ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു അടിപൊളി ചെമ്മീൻ പുലാവിൻ്റെ റെസിപ്പി വീഡിയോ ആണ് ഗൈസ്. അപ്പോൾ തുടങ്ങിയാലോ. ആദ്യം ഒരു കുക്കർ വെച്ചിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ ഒരു സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുക. ഹോം മെയ്ഡ് നെയ്യാണ് കേട്ടോ. പിന്നെ അതിലോട്ട് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ടൈമിൽ തന്നെ നമ്മൾ ചെമ്മീൻ ഉപ്പ് മഞ്ഞൾ മുളക് പൊടിയും കൂടി ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഓയിലിലോട്ട് ഇടാൻ പോണത് കുറച്ച് സ്പൈസസ് ആണ്. ജീരകം, ഏലക്ക, കറുകപ്പട്ട, കുരുമുളക്, പച്ചക്കുരുമുളകാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. അപ്പോൾ അത് നല്ല പോലെ ഒന്ന് പൊട്ടിച്ചെടുക്കുക. അതിന് ശേഷം ഒരു വലിയ സവാള കനം കുറഞ്ഞരിഞ്ഞ് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെ തന്നെ മതിയാവും. ഏതാണ്ട് 3 പേർക്കൊക്കെ ഉള്ളൊരു മെഷർമെൻറ്റാണ് പറയണത്. അതുപോലെ ചെമ്മീൻ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെമ്മീനൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതലും കുറവൊക്കെ എടുക്കാം കേട്ടോ. പിന്നെ അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ശേഷം 4-5 പച്ചമുളക്, ഇപ്പോൾ എരിവിനായിട്ട് പച്ചമുളക് മാത്രമാണ് ചേർത്ത് കൊടുക്കുക. മുളക് പൊടി ഇതിൽ യൂസ് ചെയ്യണില്ല. ഇനിയൊരു വലിയ തക്കാളി മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ആ ടൈമിൽ ചെമ്മീൻ ഇവിടെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത്രയും ഫ്രൈ ആയാൽ മതി. നമുക്ക് മസാലയിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഈ മസാലയിൽ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാലപ്പൊടി അല്ലെങ്കിൽ ചിക്കൻ മസാലപ്പൊടിയോ എന്തെങ്കിലും ഫിഷ് മസാല അതുണ്ടെങ്കിൽ അതിട്ടാൽ മതി. പിന്നെ കുറച്ച് കുരുമുളക് പൊടി അതും കൂടി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ശേഷം അതിലോട്ട് ഈ ഫ്രൈ ചെയ്ത ചെമ്മീനും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കാം. അപ്പോൾ എല്ലാ ഭാഗത്തും മസാല ഒക്കെ എത്തി. ഇനി 1.5 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ഇട്ട് ഈ മസാലയിൽ നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. ഇതെല്ലാം ഒരു ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ. പിന്നെ അരിയൊക്കെ ഒന്ന് മസാലയിൽ സെറ്റായി വരുമ്പോൾ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1.5 കപ്പ് അരിക്ക് 3 ഗ്ലാസ് വെള്ളം, അതിൽ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ടാണ് ഞാൻ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഈ വെള്ളത്തിൽ ഉപ്പ് കുറച്ച് മുന്തി നിൽക്കണം. അതുപോലെ ചെമ്മീൻ ഫ്രൈ ചെയ്തതിലും ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ മസാലയിൽ ഞാൻ ഒട്ടും തന്നെ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. ഏതാണ് നമുക്കൊരു വിസിലിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ചെമ്മീനും കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു വിസിൽ പോയതിന് ശേഷം ഞാൻ തുറന്നു നോക്കി ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ കിടിലൻ ചെമ്മീൻ പുലാവ്. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ. ഒട്ടും തന്നെ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. പിന്നെ അതിൻ്റെ ആവിയൊക്കെ പോയി വരുമ്പോൾ എല്ലാ റൈസും സെറ്റായി വരും. കുട്ടികൾക്കൊക്കെ പെട്ടെന്നൊരു സ്പെഷ്യലായിട്ട് എന്തെങ്കിലും വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഒരു റൈസ് ഐറ്റം പരീക്ഷിച്ച് നോക്കുക ഗൈസ്. എന്ന് നമുക്ക് ഇത് ടേസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു പ്ലേറ്റിൽ ഇങ്ങനെ വിളമ്പിയെടുത്തിട്ടുണ്ട്. കൂടെ നല്ലൊരു സുർക്ക ഉള്ളി കച്ചമ്പറും പിന്നെ നാരങ്ങ അച്ചാറുമാണ്. അപ്പോൾ ആദ്യം ആ ഉള്ളിയും തക്കാളിയും എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുത്തിട്ട് കുറച്ച് നാരങ്ങ അച്ചാറും കൂടെ കൂട്ടി നല്ല പോലെ കുഴച്ചെടുക്കണം. അപ്പോൾ ആദ്യം ഞാൻ പ്ലെയിൻ റൈസായിട്ട് കഴിച്ച് നോക്കി, ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം ആ ചെമ്മീൻ ഫ്രൈയും കൂടെ വെച്ച് എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുത്ത് അങ്ങനെ ഒരു പിടി കഴിച്ചു നോക്കാൻ പോവുകയാണ്. വാവ്, കിടിലൻ ടേസ്റ്റ് ആയിട്ടുണ്ട്. എന്തായാലും ഈ റെസിപ്പി ഒന്ന് പരീക്ഷിച്ച് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഞാനതങ്ങനെ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.